സ്നേഹമുള്ളവരെ, നോവിൻ്റെ നോമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് പോകുന്നത് കുരിശിൻ്റെ വഴിയിലെ 12ാമത്തെ സ്ഥലമാണ്. ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. സാത്താൻ ചോദിക്കുന്ന 3 ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യമാണെങ്കിൽ, മൂന്നാമത്തേത് ലോകത്തിൻ്റെ മായയെ പറ്റിയുള്ള ചോദ്യമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയോട് ചോദിക്കുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ. ഈശോയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമായിരുന്നു അത്. എന്നിട്ടും സാത്താന് ഈശോ മറുപടിയൊന്നും നൽകുന്നില്ല. പിന്നീട് ബൈബിളിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതും ഈ ഒരു ചോദ്യമാണ്. ഒത്തിരി ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അവസാനം കുരിശിൽ വേദനയാൽ പുളയുന്ന നേരത്ത് പോലും നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക എന്നാണ് പറയുന്നത്. എന്നിട്ടും ഈശോ വളരെ ഒരുക്കത്തോടുകൂടെ കാത്തിരുന്ന ആ ബലി അർപ്പിക്കുന്നു. അതിനുശേഷം ശതാധിപൻ വിളിച്ചു പറയുന്നുണ്ട്, ഇവൻ ദൈവപുത്രനായിരുന്നു. അന്ന് പള്ളിയുടെ മതിലിനോട് ചേർന്ന് നിന്ന് ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്ത ഒരു യുവാവിനോട് അതിലെ വന്ന കപ്പ്യാരൊന്ന് പറഞ്ഞു, മോനെ പള്ളിയിലോട്ട് കയറിയിരിക്കേ, ഞാൻ എവിടെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഞാനും ഈ ഇടവക്കാരൻ തന്നെ, ഞാനും ക്രിസ്ത്യാനിയ, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. പലപ്പോഴും നമ്മളും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്ത്യാനിയാണെന്നും ഇടവകയിലെ അംഗമാണെന്നുമെല്ലാം വീമ്പ് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും എങ്ങനെയാണ് ക്രിസ്ത്യാനിയാണ് എന്ന് തെളിയിക്കേണ്ടത്? എല്ലാവർക്കും സ്വന്തം വാക്കിലൂടെ ഉത്തരം നൽകുവാനായിട്ടല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഈശോയെ പോലെ വളരെ ഒരുങ്ങി ആ ബലിയർപ്പിക്കുമ്പോൾ മറ്റുള്ളവരും നമ്മെ നോക്കി പറയും, അവനൊരു ക്രിസ്ത്യാനിയാണ്. വളരെ കുറച്ചു നേരമേ നമ്മൾ ബലിയിൽ പങ്കെടുക്കേണ്ടതുള്ളൂ. എന്നിട്ടും പല വിചാരത്തോടു കൂടിയും മൊബൈലിൽ നമ്മുടെ കൈകൾ ഓടിച്ചും അതുപോലെ തന്നെ പള്ളിക്ക് പുറത്തു നിന്നുമെല്ലാം ഞായറാഴ്ച നമ്മൾ അർപ്പിക്കുന്ന ഒരു ബലി നമ്മളൊരു ക്രിസ്ത്യാനിയാണെന്ന് അടയാളപ്പെടുത്തുമോ? ഈശോയുടെ ഈ ബലി നമുക്കും ഒരുക്കത്തോടുകൂടെ ഭക്തിയോടെ അർപ്പിക്കുവാനായിട്ട് ശ്രമിക്കാം. ബലിയർപ്പണത്തിൽ നമുക്ക് കൈമോശം വന്നിട്ടുള്ള ചില കാര്യങ്ങളെ കുറച്ചുകൂടി ശ്രദ്ധിക്കാം. പൂർണ്ണമായി കുമ്പസാരിച്ച് ഒരുങ്ങി നമുക്ക് ബലിയർപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവമേ, മറ്റുള്ളവരുടെ വെല്ലുവിളികളോട് എൻ്റെ വാക്കുകൾ കൊണ്ടല്ല ഞാൻ ഉത്തരം നൽകേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈശോയെ, നിന്നെപ്പോലെ ഞാനും ഒത്തിരി ഒരുക്കത്തോടെ ബലിയർപ്പിക്കുമ്പോൾ മറ്റുള്ളവർ വിളിച്ചു പറയും, ഇവനൊരു ക്രിസ്ത്യാനിയാണ്. ഈശോയെ, നിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.